അസ്സലാമു അലൈക്കും. ജീവിതത്തിൽ ബറക്കത്ത് ഇല്ലാതെ വരുമ്പോൾ ജീവിതം ചിലപ്പോൾ നമ്മുടെ പ്രതീക്ഷകൾക്കും പരിശ്രമങ്ങൾക്കും വിരുദ്ധമായി പോകുന്ന അനുഭവങ്ങളാൽ നിറയുന്നു. പലപ്പോഴായി നാം അനുഭവിക്കുന്നത് നമ്മുടെ ലൈഫിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹം, അതായത് ബറക്കത്ത് നഷ്ടപ്പെട്ടതുപോലെയാണ്. സമ്പാദ്യം കുറഞ്ഞു, ബന്ധങ്ങൾ തകരുന്നു, മാനസികമായി വിഷമങ്ങൾ അനുഭവപ്പെടുന്നു. ഈ അവസ്ഥയിലൊക്കെ നമ്മൾ എങ്ങനെ സമീപിക്കണം എന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ. അതിനു മുന്നേ നാം ആദ്യമായി അറിയേണ്ടത് ബറക്കത്ത് എന്നാൽ എന്താണെന്നാണ്. ബറക്കത്ത് എന്നത് സാധാരണയായിട്ട് ധനമല്ല, അല്ലെങ്കിൽ വെൽത്ത് അല്ല. അത് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളാണ്. ധനം, ആരോഗ്യം, ബന്ധങ്ങൾ, മനഃശാന്തി എന്നിവ ആ അനുഗ്രഹം കൊണ്ട് നമുക്ക് ലഭിക്കുന്ന കാര്യങ്ങളാണ്. ഒരിക്കൽ നമ്മുടെ ജീവിതത്തിൽ ബറക്കത്ത് നഷ്ടപ്പെട്ടാൽ നമ്മുടെ ജീവിതം തന്നെ തളർന്നു പോകും. ബറക്കത്ത് നഷ്ടപ്പെടാനുള്ള നിരവധി കാരണങ്ങളുണ്ട്. ഒന്ന്, അള്ളാഹുവിനോടുള്ള നമ്മുടെ അനുസരണക്കേട്, അതായത് അവൻ്റെ വിധിവിലക്കുകൾ അനുസരിക്കാതെയും പാപങ്ങളിൽ ഏർപ്പെടുമ്പോഴും നാം അള്ളാഹുവിൻ്റെ അനുഗ്രഹം തള്ളിക്കളയുകയാണ് ചെയ്യുന്നത്. രണ്ട്, അവഗണന, അതായത് അള്ളാഹുവോടുള്ള നന്ദിയില്ലായ്മ. നിത്യജീവിതത്തിൽ നാം അള്ളാഹുവോട് കാണിക്കുന്ന അവഗണന, ഇതൊക്കെ ബറക്കത്ത് നഷ്ടപ്പെടാൻ കാരണമായേക്കാം. മൂന്ന്, അഹങ്കാരം. നാല്, നാം പലരോടും ന്യായം ഇല്ലാതെ സംസാരിക്കുന്നതും പ്രവർത്തിക്കുന്നതും. നമ്മുടെ അനാവശ്യ വാക്കുകളും പ്രവൃത്തികളും ബന്ധങ്ങളെ ബാധിക്കുന്നുണ്ട്. ബറക്കത്ത് തിരികെ നേടാൻ ചില മാർഗങ്ങളുണ്ട്. ഒന്ന്, നന്ദി പറയുക, അതായത് ചെറിയതും വലിയതുമായ എല്ലാ അനുഗ്രഹങ്ങളും നാം ശ്രദ്ധിക്കുക, നന്നായിട്ട് നോട്ട് ചെയ്യുക. അതിനെല്ലാം നാം അള്ളാഹുവോട് തീർച്ചയായും നന്ദി പറയുക. ദുആയും നമസ്കാരവും, നാം അള്ളാഹുവോട് എല്ലാ നിമിഷവും അടുത്തു തന്നെ നിൽക്കുക, അവനു വേണ്ടി ഇബാദത്ത് ചെയ്യുക. മൂന്ന്, സത്യവും നന്മയും പാലിക്കുക. ജീവിതത്തിൽ ശുദ്ധിയും സത്യസന്ധതയും കൊണ്ടുവരേണ്ടത് നമ്മുടെ ആവശ്യമാണ്. നാല്, മാപ്പ് ചോദിക്കുക. നാം ചെയ്തുപോയ തെറ്റുകുറ്റങ്ങൾക്കും പാപങ്ങൾക്കും നാം അള്ളാഹുവോട് മടിക്കാതെ മാപ്പ് ചോദിക്കുക. അഞ്ച്, സഹനവും ക്ഷമയും. നാം നമ്മുടെ ബുദ്ധിമുട്ടുകൾക്ക് മുന്നിൽ അടി പതറാതെ ക്ഷമയോടെ ദൃഢനിലയിൽ നിൽക്കുക. ബറക്കത്ത് ഇല്ലായ്മയിൽ അള്ളാഹു നമ്മെ ഒരിക്കലും ഉപേക്ഷിക്കുന്നില്ല. തിരിച്ചു വരൂ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് മുന്നിൽ അവൻ എല്ലായ്പ്പോഴും വാതിൽ തുറന്നു തന്നിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ബറക്കത്തിൻ്റെ കാര്യം എടുത്തു നോക്കിയാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ അനേകം കഷ്ടതകൾ വന്നിട്ടും അവിടെയെല്ലാം അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൻ്റെ തെളിവുകൾ ഉണ്ടായിരുന്നു. ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നെങ്കിലും അതിനേക്കാളേറെ അള്ളാഹുവിൻ്റെ അനുഗ്രഹവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉണ്ടായിരുന്നു. നാം ഇതിലൂടെ പഠിക്കേണ്ടത് ബറക്കത്ത് എന്നത് ആത്മീയതയുടെ ഫലമാണ്. നാം നമ്മുടെ ജീവിതത്തിൽ മനസ്സിനെ ശാന്തമാക്കാൻ വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യുക. ബറക്കത്ത് നഷ്ടപ്പെട്ടപ്പോഴും ഹൃദയത്തിലുള്ള വിശ്വാസം നിലനിർത്തുക. അള്ളാഹു വലിയ ദയവുള്ളവനാണ്, ഞാനും അവൻ്റെ സ്നേഹത്തിലുള്ളവനാണ്, ഞാൻ അവൻ്റെ അടിമയാണെന്ന് മനസ്സിൽ ഉറച്ച് വിശ്വസിക്കുക. നമ്മുടെ ഭവനം നഷ്ടമായാലും ബറക്കത്ത് തിരികെ വരുമെന്ന് മനസ്സിലാക്കുക. നിത്യവിശ്വാസത്തോടെയും പ്രാർത്ഥനയോടെയും പരിശ്രമത്തോടെയും അവനെ സമീപിക്കുക. ജീവിതത്തിൽ ബറക്കത്ത് ഇല്ലാത്തതുപോലൊരു അവസ്ഥയിൽ നാം പലപ്പോഴും പ്രതീക്ഷ നഷ്ടപ്പെട്ടു ജീവിക്കുന്നു. പക്ഷെ നമ്മൾ മറക്കാതെ ഇരിക്കണം, അള്ളാഹുവിൻ്റെ കരുണയും കരുതലും എന്നും നമ്മോടൊപ്പമുണ്ട്. കുറ്റം ചെയ്താലും വീഴ്ചകൾ ഉണ്ടായാലും തിരിച്ചു വന്ന് നീതിയും സത്യവും പാലിക്കുമ്പോൾ ബറക്കത്ത് വീണ്ടും നമുക്ക് മുന്നിൽ അള്ളാഹു തുറന്നു തരും. ഇന്നു മുതൽ നാം ഓരോരുത്തരും പ്രതിജ്ഞ ചെയ്യാം, ബറക്കത്ത് തിരികെ വരാൻ, അല്ലെങ്കിൽ ബറക്കത്തിൻ്റെ വാതിൽ നമുക്ക് മുന്നിൽ തുറക്കാൻ നാം അള്ളാഹുവിനോട് ഈ നിമിഷം മുതൽ അടുത്തു തന്നെയായിരിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.